വെൽക്കം ടു ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആസ് എ കരിയർ. ഈ ഒരു ബിസിനസ് ഒരു കരിയറായി നമുക്ക് സമീപിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ലോകത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഓരോരോ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാം പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അഗ്രികൾച്ചർ റെവല്യൂഷനെ കുറിച്ച്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം മാർക്കറ്റിംഗ് റെവല്യൂഷൻ കണ്ടു. ദെൻ ഇപ്പോൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ റെവല്യൂഷനാണ് ഇൻ്റർനെറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചൊരു കാലമാണ് ഇപ്പം നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തുമാത്രം ഈ ഒരു ബിസിനസ്സിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കാം. നമുക്കറിയാം, ഇൻ്റർനെറ്റ് റെവല്യൂഷൻ വന്നതോടുകൂടി ലോകത്ത് തൊഴിൽ സമവാക്യങ്ങൾ ഒട്ടേറെ മാറിമറിഞ്ഞു. പണ്ടുണ്ടായിരുന്ന തൊഴിലുകൾ പലതും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ മറ്റുള്ള ലിവിങ് കോസ്റ്റും അതുപോലെ മുന്നോട്ടുള്ള നമ്മളുടെ ജീവിതവും എല്ലാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജോലിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ കഴിയണമെന്നില്ല. പ്രത്യേകിച്ചും ടെക്നോളജിയുടെ അതിപ്രസരം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓട്ടോമേഷൻ വന്നതോടുകൂടി ലോകത്ത് ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നിലവിലുള്ള പല തൊഴിലവസരങ്ങളും ഒരുപക്ഷെ ഇല്ലാതായി എന്ന് തന്നെ പറയാം. നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ജോബ് നമുക്കറിയാം, അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു ജോബാണെന്നാണ് നമ്മൾ ഈ അടുത്ത കാലം വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ നമ്മൾ കേട്ട പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് ഡ്രൈവർലെസ് കാറുകൾ വരുന്നു. ഡ്രൈവർ ഇല്ലാതെയും കാറുകൾ ഓടിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഇല്ലാതെയും സർജറികൾ നടത്താമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ടെക്നോളജി മൂലം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. സോ ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുപാട് തൊഴിലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ടെക്നോളജി വർദ്ധിക്കുന്നതിനൊപ്പം നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ കഴിഞ്ഞ കാലഘട്ടം നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കേസ് സ്റ്റഡികൾ പഠിക്കുന്ന സമയത്ത് എന്ത് മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ മാറ്റങ്ങളെയെല്ലാം അതിജീവിച്ച ഒരു പാരമ്പര്യം ഈ ബിസിനസ്സിനുള്ളതായിട്ട് കാണാം. ഒട്ടേറെ സാമ്പത്തിക മാന്ദ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ച ഒരു പാരമ്പര്യം ഈ ഒരു ഇൻഡസ്ട്രിക്കുണ്ട്. കാരണം ഏതൊരു ടെക്നോളജി വരുന്ന സമയത്തും ആ ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായി മാറുകയും അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ ഒരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് വരുമാനമായി ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സേഫ് കരിയറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ നൽകുന്നത്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാവട്ടെ, നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രൊഫഷണലുള്ള വ്യക്തിയാവട്ടെ, അല്ലെങ്കിൽ സാധാരണ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാവട്ടെ, നിങ്ങൾക്കൊരു പ്ലാൻ 2 അല്ലെങ്കിൽ പ്ലാൻ ബി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് സമീപിക്കാം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പറയുന്നത് വരുന്ന 2025 ആകുമ്പോഴേക്കും 65,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു വലിയ ഒരു വോള്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളാണ്, ഇന്ത്യയിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കൂടെ ഈ ഒരു ബിസിനസ് ഒരു കരിയറായി നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അടുത്ത വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം, നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, ഓരോ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുന്നു. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ലോകത്ത് ഓരോ ബിസിനസ്സിൻ്റെയും സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ നമ്മൾ കണ്ട ബിസിനസ് മോഡലുകളല്ല ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് മോഡലുകൾ മാറുമ്പോൾ തീർച്ചയായിട്ടും ജോലികളിലും മാറ്റങ്ങൾ വരുന്നു. ഒരു ജോലിയും സേഫ് അല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത്. അവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു മികച്ച പ്രതീക്ഷയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാം. ഇത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതല്ല. 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു പ്രായപരിധി ഈ ബിസിനസ്സിന് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒരുപക്ഷെ ഒതുങ്ങി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന ആളുകളോ ആയിരിക്കും. എന്നാൽ ഈ ഒരു ഇൻഡസ്ട്രി നമുക്ക് തരുന്ന മറ്റൊരു ഫ്രീഡം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് വേണ്ട
ചെയ്യേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഇൻഡസ്ട്രി ഏതൊക്കെ രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെയാണ് ഈ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയുടെ കഴിഞ്ഞ ഒരു 50-60 വർഷത്തെ പാരമ്പര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒട്ടനവധി വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഇൻഡസ്ട്രി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് ഭാരതത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആസ് എ കരിയർ നിങ്ങൾക്ക് വളരെ ശക്തമായി തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഐ വിഷിംഗ് യു എ വണ്ടർഫുൾ ഫ്യൂച്ചർ വിത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. താങ്ക് യു വെരി മച്ച്.